വെൽക്കം ബാക്ക് ടു ഹൃദ്യ കൻഷ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ഞാനൊരു BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിലെ സബ്ജക്ട്സ് ആണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു 2 വർഷം മുമ്പ് വരെ ഇയർ ബാച്ച് ആയിരുന്നു. ഓക്കെ, അതായത് വർഷത്തിൽ ഒരു തവണ പരീക്ഷ. അങ്ങനെ ഇപ്പം ഞങ്ങളായപ്പോൾ സെം ബാച്ച് ആയി. സെം ഇസ് ഈക്വൽ ടു 6 മാസം. അങ്ങനെ അതായത് ഫസ്റ്റ് സെമ്മിൽ മെയിൻലി ഉള്ളത് അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1. ഇത്രയും സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ എക്സാം ആയിട്ട് വരുന്ന സമയത്ത് അനാട്ടമി, ഫിസിയോളജി ഒരു എക്സാമാണ്. ഓക്കെ, പിന്നെ സോഷ്യോളജി, സൈക്കോളജി ഒരു എക്സാമാണ്. ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 രണ്ടാമത്തെ സെമ്മിലുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 കൂടിയും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും സെക്കൻഡ് സെമ്മിൽ എക്സാം. ഓക്കെ, പിന്നെ ഫസ്റ്റ് സെമ്മിൽ പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, ജസ്റ്റ് തിയറി എക്സാം മാത്രമേ ഉള്ളൂ വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഇൻറ്റേർണൽ സബ്ജക്റ്റ് പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സെക്കൻഡ് സെമ്മ് മുതലാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, സെക്കൻഡ് സെമ്മിൽ നമുക്ക് ആവശ്യമുള്ളത് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1, 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് ആയിരിക്കും സെക്കൻഡ് സെമ്മിൽ എക്സാം എഴുതേണ്ടത്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. പിന്നെന്ന് പറയുന്നത് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ഉണ്ട്, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ഈ ബയോകെമിസ്ട്രി, ന്യൂട്രീഷനും പറഞ്ഞ സബ്ജക്റ്റ് ഒരൊറ്റ പേപ്പറിലായിട്ടാണ് എഴുതേണ്ടത്. പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 and 2 കൂടി കമ്പൈൻ ചെയ്തിട്ട് അടുത്ത പേപ്പറിൽ അങ്ങനെയാണ് എഴുതേണ്ടത്. ടോട്ടൽ 75 മാർക്കിനായിരിക്കും. ഇതിന് ഹാഫ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ബയോകെമിസ്ട്രി 37.5, അതും 37, അങ്ങനെ തോന്നും. ഹാഫാണ് 75 ഡിവൈഡഡ് ബൈ 2 37.5. സോ അങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെതായ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ പ്രാക്ടിക്കൽ എക്സാം ആണുള്ളത്. അതിൽ ഇൻറ്റേർണൽ സബ്ജക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇൻഫോമാറ്റിക്സ് ആണ്. ഇൻഫോമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറെ കുറിച്ച് എന്തൊക്കെയോ സംഭവം പഠിക്കുന്നതാണ്. അത് നഴ്സിംഗിൽ എന്ത് പ്രാധാന്യം നമുക്ക് തോന്നിപ്പോകും. അതെന്തിനാണ് പ്രാധാന്യം എന്നുള്ളത് അവിടെ പഠിപ്പിക്കും നിങ്ങളെ. ഓക്കെ, തേർഡ് സെമ്മിൽ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 എന്ന സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റിൻ്റെ തിയറി എക്സാം ഉണ്ടാവും, പ്ലസ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൈക്രോബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റും ഉണ്ട്. മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എക്സാം ഉണ്ടാവുന്നത്. മാക്സിമം ഇൻഫെക്ഷൻ കൺട്രോളൊക്കെ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ഇൻഫെക്ഷൻ കൺട്രോൾ, മൈക്രോബയോളജി ആണുള്ളത്. പിന്നെ ഉള്ളത് ഫോർത്ത് സെമ്മാണ്. ഫോർത്ത് സെമ്മാണ് അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 2. ഈ 2 ഇസ് ഇമ്പോർട്ടൻറ്റ്, പ്ലസ് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം. പിന്നെ അടുത്തത് നമ്മളുടെ ഫാർമക്കോളജി, പാത്തോളജി, ജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഈ 3 സബ്ജക്റ്റും ഒരു പേപ്പറിനകത്താണ് ഉള്ളത്. ഇനി കമ്മിങ് ടു ദ ഫിഫ്ത്ത് സെം. ഈ ഫിഫ്ത്ത് സെമ്മിലുള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഓക്കെ, കമ്മിങ് ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 അവിടെ പേപ്പർ എഴുതി, പ്ലസ് അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് നമ്മളുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റാണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ അതിൽ ജസ്റ്റ് ഈ ചോക്ക്, ബ്ലാക്ക് ബോർഡ്, ഏവിയറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെയും ജസ്റ്റ് തിയറി എക്സാം മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഫോറൻസിക് ആണ്. ഫോറൻസിക്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്പെക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുക, ഫോറൻസിക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടായിരിക്കും പഠിപ്പിച്ചിരിക്കുക. ഫ്രം ദ ഫിഫ്ത്ത് സെം ഓൺവേർഡ്സ് നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗും മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗും കൂടെ പഠിപ്പിക്കേണ്ടാവും. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ എക്സാം വരുന്നത് 6th സെമ്മിലാണ്. ഓക്കെ, 5th സെമ്മ് വരെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമേ ഉണ്ടാവുള്ളൂ. പക്ഷേ 6th സെം തുടങ്ങിക്കഴിഞ്ഞാൽ 2 പ്രാക്ടിക്കൽ എക്സാം, മെൻ്റലിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാം, ചൈൽഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാം. സബ്ജക്റ്റ് നോക്കുമ്പോൾ തിയറി വൈസ് നോക്കുമ്പോൾ മെൻ്റൽ ഉണ്ട്, ചൈൽഡ് ഉണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതും നമുക്ക് എക്സാമിനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ 6th സെമ്മ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 7th സെം ഉണ്ട്, 8th സെം ഉണ്ട്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയാം. 8th സെം ആക്ച്വലി 8th സെമ്മിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. സോ ഡു സബ്സ്ക്രൈബ്. ബൈ.